കൊന്നിച്ചുവ മിനസാൻ മിസ്റ്റ് മൈറ്റ് മഹിയത്തിന്റെ സീസൺ 1ന്റെ എപ്പിസോഡ് 13ലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നല്ല കിടിലൻ ചാപ്റ്റർ ആയിരിക്കുന്നുണ്ടാവും നിങ്ങൾക്ക് കിട്ടാനായിട്ട് പോകുന്നത്. സോ ചാപ്റ്ററിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ എല്ലാവരും പറയുന്ന ഒരേ ഒരു കാര്യമാണ് ലോങ് വീഡിയോ വേണമെന്ന്. ഗൈസ്, ഇപ്പം നമ്മൾ ടെക്നിക്കലി ഒരു ആനിമി ലെവലിലുള്ള എപ്പിസോഡ്സ് അല്ല ചെയ്യുന്നത്. കാര്യം ഏകദേശം റഫ്ലി എങ്ങനെ നോക്കിയാലും ഒരു 19 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 20 മിനിറ്റുള്ള എപ്പിസോഡ് വെച്ച് ഞാൻ മിക്ക ദിവസങ്ങളിൽ ചെയ്യുന്നുണ്ട്. ഒരു ആനിമയുടെ എപ്പിസോഡ് തന്നെ ലിറ്ററലി ആവറേജ് 18 മിനിറ്റേ ഉള്ളൂ. അപ്പോൾ ഞാൻ ആവശ്യത്തിന് ലോങ് വീഡിയോ അല്ല ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് ലോങ് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി. ഇന്നത്തെ ഈ വീഡിയോയ്ക്ക് ഒരു 2.5K ലൈക്സിലേക്ക് എത്തിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ഈ വീക്ക് ഒരു ലോങ് വീഡിയോ ചെയ്യാം. സോ പറ്റുമോ ഇല്ലയോ നമുക്ക് എന്തായാലും ഒന്ന് നോക്കിക്കളയാം. അങ്ങനെ ഈ എപ്പിസോഡ് തുടങ്ങുന്നിടത്ത് അവനിട്ട് അവൻ്റെ മന്ത്രം ജപിക്കാനായിട്ട് തുടങ്ങി. പെട്ടെന്നായിരുന്നു ഡിമോണിക് മോങ്ക് വേദന കൊണ്ട് കിടന്ന് അലറാൻ തുടങ്ങിയത്. ഡിമോണിക് മന്ത്രം മാത്രമല്ല, നമ്മുടെ ഗോച്ചാനും അത് അഫക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഈവിൽ സ്പിരിറ്റ്, നിന്നെ ഞാൻ തളച്ചിരിക്കുമെന്ന് പറഞ്ഞപ്പോഴാണ് പെട്ടെന്ന് അവന്റെ നേരെ ഒരു കത്തി വന്നത്. അടുത്ത സെക്കൻഡിൽ തന്നെ ഒരാൾ വന്ന് നിനക്ക് ഇത്ര ധൈര്യം ഉണ്ടെന്ന് പറഞ്ഞ് അതങ്ങോട്ട് ബ്ലോക്ക് ചെയ്യുകയും ചെയ്യും. നീ ആരാണ്? നിനക്ക് എത്ര ധൈര്യം ഉണ്ടാണ് നീ അങ്ങനെ ചെയ്തത്? മാറി നിൽക്കെന്ന് പറഞ്ഞ് ആ നേരെ മുന്നിലേക്ക് നടന്നു. ഈ സമയത്ത് ജിയോങ്ങാട്ടെ ഒന്നും മൈൻഡാതെ വളരെ സിമ്പിളായിട്ടും കൂളായിട്ടും അവിടെ നിപ്പുണ്ട്. നിനക്കവരെ കാണാൻ സാധിക്കുന്നുണ്ടല്ലേ? നീ എന്താണ് പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഞാൻ അവിടെ ഇടപെട്ടില്ലായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഡിമോണിക് മോങ്കിനെ എനിക്ക് നഷ്ടപ്പെട്ടെന്ന. എന്തായാലും പക്ഷേ ഒരു കാര്യം വ്യക്തമായി തന്നെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. എൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഈ മനുഷ്യൻ ആ ഒരു കിങ് ഓഫ് ബ്രില്യൻസ് സോൺ യുവിനെ പോലെ തന്നെ ഡേഞ്ചറസും മോസ്റ്റ്ലി പവർഫുള്ളും ആണ്. നിനക്കറിഞ്ഞൂടാ എങ്കിൽ പിന്നെ ആ ഒരു ഒമ്നോസള തിങ്ങിനെ ഞാൻ കൊന്നെന്ന് പറഞ്ഞ് നിനക്ക് കുഴപ്പമൊന്നുമില്ലെന്നും പറഞ്ഞ് അവൻ വീണ്ടും ആ ഒരു ശബ്ദം ഉണ്ടാക്കി. പെട്ടെന്ന് ഡിമോണിക് മോങ്ക് വേദന കൊണ്ട് ഉച്ചത്തി അലറാനായിട്ട് തുടങ്ങി. ഇവിടെ നിൽക്കുന്ന ബാക്കിലാർക്കും തന്നെ ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാകത്തില്ല. ഗാഡ്ഹോ, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഒരു മാർഷൽ ആർട്ടിസ്റ്റിന് സ്കില്ല് വേണമെന്നുണ്ടെങ്കിൽ അവന് ടാലന്റോടെ തന്നെ ജനിക്കണം. എന്നാൽ ഒരു മന്ത്രവാദിക്ക് ഈ ടാലന്റ് ഉണ്ടെങ്കിൽ മാത്രം പോരാ. പകരം അവർ ജനിക്കാൻ നേരത്ത് തന്നെ ഒരു മന്ത്രവാദിക്ക് വേണ്ടിയുള്ള കണ്ണുകൾ അവർക്ക് ഉണ്ടായിരിക്കണം. ബാക്കിയുള്ള മന്ത്രവാദം എത്ര വേണമെങ്കിലും നമുക്ക് പഠിക്കാൻ സാധിക്കും. പക്ഷേ എത്ര ട്രെയിൻ ചെയ്താലും ആ കണ്ണുകൾ നമുക്ക് ലഭിക്കത്തില്ല. ചുരുക്കം പറഞ്ഞാൽ നിനക്ക് ആ കണ്ണുകളുണ്ട്. നീ ജനിച്ചപ്പോഴേ നിനക്കത് ലഭിച്ചിട്ടുണ്ട്. പറഞ്ഞതുപോലെ എനിക്ക് പോലും ആ ഒരു എബിലിറ്റി ഇല്ല. സോ നീ ശരിക്കും പ്രൗഡ് ആകുന്നത് നല്ലതാണ്. ആ സമയത്ത് ജിയോങ് ഒന്ന് ചിരിച്ചിട്ട് പറയും ചെയ്യും, എനിക്കിപ്പോഴും മനസ്സിലാകുന്നില്ല താങ്കൾ എന്താണ് ഈ പറയുന്നതെന്ന്. അപ്പോൾ നീ വീണ്ടും പൊട്ടം കളിക്കുവാണ്. എങ്കിൽ എൻ്റെ ചോദ്യം ചേഞ്ച് ചെയ്യേണ്ട സമയമായെന്ന് പറഞ്ഞ് അവൻ ഒരു പ്രത്യേക രീതിയിൽ മന്ത്രം ജപിച്ചുകൊണ്ട് അവന്റെ കൈകൾ വെക്കാനായിട്ട് തുടങ്ങി. ഇനി നീ പറ, എന്തുകൊണ്ടാണ് അപ്പൊ നീ എന്നെ തടയാൻ നോക്കിയതെന്ന് പറഞ്ഞ് അവൻ ആ മന്ത്രം പൂർത്തിയാക്കിയപ്പോൾ തന്നെ പെട്ടെന്നായിരുന്നു അവന്റെ ചുറ്റിനും ആ ഒരു ഇമൻസ് ആള എനർജി ക്രിയേറ്റ് ചെയ്യപ്പെട്ടത്. ജിയോങ്ങും അതേപോലെ ഗാഡ് ഗോച്ചാനും ഒന്ന് ഞെട്ടി. ഒരു ഈവൽ സ്പിരിറ്റ് അത്ര പെട്ടെന്നൊന്നും ഒരു മനുഷ്യന്റെ മുമ്പിൽ കീഴടങ്ങാറില്ല. സോ നീ എങ്ങനെയാണ് അത് ചെയ്തത്? അതെനിക്കറിയണം. ഇതേ സമയം അവന്റെ ചുറ്റിനും ഒരു 4 ലൈറ്റ് വന്നിട്ട് അവൻ പറയും ചെയ്യും, ഇനി നീ പറഞ്ഞാൽ മാത്രമേ ഞാൻ അവനെ വെറുതെ വിടത്തുള്ളൂ. ഇതേ സമയം ഡിമോണിക് മുഗ് കംപ്ലീറ്റ്ലി പെട്ട് ഇരിക്കുകയാണ്. ആ സമയത്താണ് ജിയോങ് അത് ചെയ്യാനായിട്ട് തുടങ്ങിയത്. അതായത് ആ ഒരു മിസ്റ്റീരിയസ് ആയ മന്ത്രവാദി എന്താണോ ചെയ്തത് അത് തന്നെ അവൻ റിപ്പീറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. ഇത് കണ്ടപ്പോൾ അവൻ ശരിക്കും ഞെട്ടി. അതായത് ആ മിസ്റ്റീരിയസ് ആയ പേഴ്സൺ ചെയ്ത ടെക്നിക്കിന്റെ അകത്ത് അവനത് ക്രിയേറ്റ് ചെയ്തു. ഡിമോണിക് മങ്കിനെ വേദന എടുക്കുന്നുണ്ടെങ്കിലും അവൻ രക്ഷപ്പെട്ടു. നീ ഞാൻ ചെയ്ത 4 പിക് ഇന്റർലോക്കിംഗ് ടെക്നിക്ക് അത് തന്നെ യൂസ് ചെയ്ത് എനിക്കെതിരെ നിന്നല്ലേ? നിന്നെ ആരെങ്കിലും മന്ത്രവാദം പഠിപ്പിച്ചിട്ടുണ്ടോ? അല്ല, ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആരെങ്കിലും പഠിപ്പിക്കണമെന്ന് നിർബന്ധമുണ്ടോ? ഇത് കേട്ടപ്പോൾ അവൻ ശരിക്കും ഞെട്ടി. അല്ല, അവൻ എന്താണ് ഈ പറയുന്നത്? ഞാൻ ചെയ്യുന്നത് കണ്ടുകൊണ്ട് മാത്രമാണോ അവനത് ക്രിയേറ്റ് ചെയ്തത്? ഈ 4 പീക്ക് ഇന്റർലോക്കിംഗ് ടെക്നിക്ക് എന്ന് പറഞ്ഞ് ശരിക്കും അഡ്വാൻസ് ആയുള്ള ഒരു ടെക്നിക്കാണ്. അത് മാത്രമല്ല, ഒരു 3 റാങ്കിലുള്ള ഒരു മന്ത്രവാദിക്ക് മാത്രമേ അത് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. പക്ഷേ ഇവൻ നിസ്സാരമായി തന്നെ, അതും വളരെ സ്പ്ലിറ്റ് സെക്കൻഡ്. അപ്പോൾ ഇവനെ കണ്ണുകൾ മാത്രമല്ല ലഭിച്ചിട്ടുള്ളത്. പെട്ടെന്ന് അവനൊന്ന് ചിരിച്ച് എന്നിട്ട് ഉച്ചത്തെ പൊട്ടി ചിരിക്കാൻ തുടങ്ങി. അതിനുശേഷം ഡിമോണിക് മോങ്കിനെ അവൻ തുറന്നു വിട്ടു. കിങ് ഓഫ് ബ്രില്യൻസ്, ബാക്കി എന്ത് സംഭവിച്ചാലും എനിക്ക് കുഴപ്പമില്ല. പക്ഷെ ഈ പയ്യനെ എനിക്കിവനെ വേണം. എന്ത്? അത് കേട്ടപ്പോ മാനർ മാസ്റ്ററും ഗോച്ചാനും അതിലുപരി എല്ലാരും ഒന്നും ഞെട്ടി. നീ എന്ത് വിഡിത്തമാണ് ഈ പറയുന്നത്? അതിനു മാത്രമുള്ള അതോറിറ്റി എനിക്കുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓ, ഓക്കെ. അപ്പൊ ബാക്കിയുള്ളവരെ കൊല്ലുന്നതിന് എനിക്കൊരു കുഴപ്പമില്ല. പെട്ടെന്ന് മാനർ മാസ്റ്റർ നമ്മുടെ ജിയോങ്ങിനെ നോക്കി.
ഹാ, ഒരു വാക്ക് പറഞ്ഞ അത് വാക്കായിരിക്കണം. ഇതേ സമയത്ത് കിങ് ഓഫ് ബ്രില്യൻസ് അവരെ കൊല്ലാനായിട്ട് പോയപ്പോഴാണ് നിർത്ത്. പെട്ടെന്ന് അവൻ തിരിഞ്ഞു നോക്കി. അല്ല, എന്താണ്? നിനക്ക് വേണ്ടത് എന്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് നിർത്ത്. ദേ, ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. നീ കള്ളമാണ് പറയുന്നതെങ്കിൽ നിന്റെ മരണം അതെവിടെയിരിക്കുന്നത്? ദേ, ഇവിടെ. അതെല്ലാം തന്നെ എൻ്റെ തലയിലുണ്ട്. അതിനുശേഷം ഞാൻ ആ പുസ്തകം കത്തിച്ചു കളഞ്ഞു. പെട്ടെന്ന് അവരെല്ലാരും ഒന്ന് ഞെട്ടി. എന്നാൽ കിങ് ഓഫ് ബ്രില്യൻസ് ആ സമയത്ത് പൊട്ടി ചിരിക്കാനായിട്ട് തുടങ്ങി. വന്ന് വന്ന് ഓർത്തഡോക്സ് ഫ്രാക്ഷൻ കംപ്ലീറ്റ്ലി ഫ്രോഡ് ആണല്ലോ. എന്തേ, നീ എന്തിനാണ് ചിരിക്കുന്നത്? ഞാൻ പറഞ്ഞത് കള്ളമായിട്ട് നിനക്ക് തോന്നുന്നുണ്ടോ? അതെ, കാര്യം അത് കത്തിക്കാൻ പറ്റുന്ന ഒന്നല്ല. ഈ സമയത്ത് ജിയോങ് ഒന്നും തന്നെ മിണ്ടിയില്ല. അതിനെ കത്തിക്കാനോ ഡിസ്ട്രോയ് ചെയ്യാനോ പറ്റത്തില്ല. എന്തോ ഒന്ന് അതിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത് പോലെയാണ്. അത് അതുപോലത്തെ ഒരു ഐറ്റമാണ്. നീ കള്ളം പറയുന്നതിന് മുമ്പ് നീ ആലോചിച്ചിട്ട് പറയണമായിരുന്നു. അല്ലെങ്കിൽ ഇതായിരിക്കും നിന്റെ വിധി എന്ന് പറഞ്ഞ ഒരു അറ്റാക്ക് ചെയ്തിട്ട് പോയപ്പോഴാണ് ആ കവറ് കത്തി കരിഞ്ഞില്ല. പെട്ടെന്ന് അവൻ ഞെട്ടി. പക്ഷേ അതിൻ്റെ അകത്തുള്ള രക്തത്തിലെഴുതിയ ആ പേജുകൾ അത് കത്തി കരിഞ്ഞുപോയി. നീ നീ ഇപ്പൊ എന്താണ് ഈ പറഞ്ഞത്? അല്ല, അതിനു പുറമെ അവൻ എങ്ങനെയാണ് ആ പുസ്തകത്തിൻ്റെ ഉള്ളിൽ രക്തം കൊണ്ടാണ് എഴുതിയിരിക്കുന്നത് അറിഞ്ഞത്? നീ കള്ളം പറയുകയല്ലേ? ഞാൻ എന്തിനാണ് ഇവിടെ കള്ളം പറയുന്നത്? ശരിയാണ്. ഇൻഫാക്ട് എനിക്കും പിന്നെ കുറച്ചധികം ഹയർ അപ്സിന് മാത്രമേ അതിനെപ്പറ്റി. നീ നീ ശരിക്കും അത് നോക്കിയോ? എനിക്ക് എനിക്കത് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. ആ പുസ്തകം തുറന്ന് ആരൊക്കെ നോക്കിയിട്ടുണ്ടോ അവരെല്ലാവരും ഇന്നിതുവരെ മരിച്ചിട്ട് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇവൻ കള്ളം പറയുന്നതായിട്ടും എനിക്ക് തോന്നുന്നില്ല. എന്തൊക്കെ വന്നാലും നീ അത് തിരിച്ചു കൊണ്ടുവന്നിരിക്കണം. ആ വാക്ക് പെട്ടെന്ന് അവന്റെ മനസ്സിലേക്ക് വന്നു. എങ്കിൽ പറ, ആ പുസ്തകത്തിൽ എന്താണ് എഴുതിയിരിക്കുന്നത്? പിന്നൊരു കാര്യം പറയാം, നീ അത് മെമ്മറൈസ് ചെയ്തു എന്നല്ല പറഞ്ഞത്. അതുകൊണ്ട് നീ കള്ളം പറയാൻ നോക്കിക്കഴിഞ്ഞാ ഞാൻ ഉറപ്പായിട്ടും നിന്നെ. ആ സമയത്ത് ജിയൻ കുറച്ചു നേരം അനങ്ങാതെ നിന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് എന്ത് വേണമെങ്കിലും ഉണ്ടാക്കി പറയാൻ സാധിക്കും. പക്ഷേ ഇവർക്ക് എങ്ങാനും അതിനുള്ള ഉള്ളടക്കം അറിയാമെന്നുണ്ടെങ്കിൽ അത് പ്രശ്നമാകും. സോ ആദ്യം കുറച്ച് വരികൾ പറഞ്ഞുകൊണ്ട് ഇവന്റെ റിയാക്ഷൻ നോക്കാം. അത് വലിയ പാടുള്ള കാര്യമില്ല. അപ്പൊ പിന്നീന്ന് പറഞ്ഞപ്പോ പെട്ടെന്നാണ് അവന്റെ കാലിന്റെ കീഴിലേക്ക് ആ രക്തം കടന്നു വന്നത്. ജിയോങ് ഒന്നും ഞെട്ടി. കാര്യം അവന്റെ ചുറ്റിനും ആ ഒരു രക്തക്കടൽ രൂപപ്പെട്ടു. മോർട്ടൽ. ഈ സമയത്ത് അവൻ നേരെ തിരിഞ്ഞു നോക്കി. ബ്ലൂ സ്പിരിറ്റ്, നിന്റെ വായിൽ നിന്ന് ഒരു വാക്കെങ്കിലും പുറത്തേക്ക് വന്നാൽ ആ നിമിഷം നീ മരണപ്പെടും. ജിയോങ് ഒട്ടും തന്നെ പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമായിരുന്നു അത്. അവന് വ്യക്തമായി തന്നെ മനസ്സിലായി ഇതെല്ലാം വെറുപ്പാണെന്ന്, വെറുപ്പും ദേഷ്യവുമാണെന്ന്. ഇവൻ ആ ഒരു എൻ്റയർ മാനർ വരെ രക്തത്തിൽ കുളിക്കണമെന്നുണ്ടെങ്കിൽ ഇത് വളരെ ആഴത്തിലേറിയ ദേഷ്യവും വെറുപ്പുമാണ്. ആൻഡ് അതുകൊണ്ടാണ് ഞാൻ ഈ ഇലൂഷൻ ഇപ്പോ കാണുന്നത്. ഞാൻ ഈ കാണുന്ന വെറുപ്പും ദേഷ്യവും എല്ലാം തന്നെ ചൂണ്ടിക്കാട്ടുന്നത് അത് അവരുടെ നേരെയാണ്. ദി ഹെവൻ എർത്ത് അസോസിയേഷന്റെ നേരെ. എനിക്കറിഞ്ഞൂടാ ബ്ലൂ സ്പിരിറ്റിന് ഇവരോട് എന്താണ് ഇത്ര ദേഷ്യമെന്ന്. പക്ഷേ അവൾ പറഞ്ഞത് വെച്ച് നോക്കാൻ നേരത്ത് അത് അത്രത്തോളം സീക്രട്ട് ഉള്ള ഒരു കാര്യമാണ്. അത് ഇവർ അറിയാനും പാടില്ല. പക്ഷേ എന്താണ് നീയൊന്നും പറയാത്തത്? ഞാനിവിടെ പറഞ്ഞില്ലെങ്കിലും ഉറപ്പായിട്ടും ഞാനും നീയും മരിക്കും. അതെനിക്കറിയാം ബ്ലൂ സ്പിരിറ്റ്. എനിക്കെന്തായാലും ഇവിടെ മരിക്കാൻ ഒരാഗ്രഹവുമില്ല. എൻ്റെ അപ്പൂപ്പനെ അവഞ്ച് ചെയ്യുന്നതിന് മുമ്പ് എനിക്കത് വ്യക്തമായി തന്നെ അറിയാം നിന്റെ മനസ്സ്. മോർട്ടൽ, ഞാൻ ചെയ്യുന്നത് അതുപോലെ തന്നെ ചെയ്യൂ. ഇപ്പോൾ തന്നെ. അവൾ മറ്റെന്തെങ്കിലും പറയിപ്പിക്കാൻ നോക്കുവാണ്. പക്ഷേ അവർക്ക് ആ കണ്ടന്റ് അറിയാന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിനക്കെന്നെ വിശ്വസിക്കാം. ഞാൻ പറയുന്നത് പോലെ തന്നെ ചെയ്യൂ. എന്താടാ നീയൊന്നും പറയാത്തത്? ഈ സമയത്ത് ജിയോങ് ഒരു സൈഡിലേക്ക് നടന്നു ചെന്ന് അവിടെ ഉണ്ടായിരുന്ന ഒരുത്തിന്റെ ആ ഒരു സോഡ് എടുത്ത് മേടിച്ചു. നമ്മുടെ കിങ് ഓഫ് ബ്രില്യൻസ് തലയാട്ടുന്നോണ്ട് അത് കൊടുക്കുകയും ചെയ്തു. എന്നിട്ട് അവനാട്ടെ അവിടെ പോയി നിന്നു. ഇതേ സമയം തന്റെ തലയിൽ നിന്ന് ആ ഒരു ചെറിയ കഷ്ണം എടുത്ത് അവളും എടുത്ത് പിടിക്കുകയും ചെയ്തു. അവൾ പിടിച്ചതുപോലെ തന്നെ അവൻ ആ സോഡ് പിടിച്ചു. അവളാട്ടെ ആ മാനറിന്റെ മുകളിലായിരുന്നു. എന്നാൽ ജിയോങ് ആട്ടെ നിലത്തായിരുന്നു. അവൾ അവളുടെ കണ്ണ് തുറന്ന അടുത്ത നിമിഷം ജിയോങ് ആ ഒരു കാര്യം അങ്ങോട്ട് ചെയ്തു. അതൊരു ഫോമായിരുന്നു. എന്നാൽ അതിന്റെ പവർ അമാനുഷികമായിരുന്നു. അത് കണ്ടപ്പോൾ തന്നെ കിങ് ഓഫ് ദി ബ്രില്യൻ ശരിക്കും ഞെട്ടിത്തരിച്ചു പോയി. കാര്യം വളരെ മനോഹരമായിട്ട് നമ്മുടെ ബ്ലൂ സ്പിരിറ്റ് ചെയ്ത ഓരോ മൂവ്സും അതേപോലെ തന്നെ ജിയോങ് കോപ്പി ചെയ്യാനായിട്ട് തുടങ്ങി. ചുരുക്കം പറഞ്ഞാൽ അവൾ എന്താണ് കാണിച്ചു കൊടുത്തത് അത് തന്നെ വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ. കിങ് ഓഫ് ബ്രില്യൻസ് ഇത് കണ്ട് അതിശയിച്ച് നിന്നുപോയി. ഫ്ലോ ഒന്നും തന്നെ ഇല്ലാത്ത വളരെ പവർഫുള്ളും ഗ്രേസ്ഫുള്ളും ഉള്ള
ഒരു പെർഫെക്റ്റ് ആയുള്ള സോട്ട് ടെക്നിക്കാണെന്ന്. ഞാനിപ്പോൾ വിറ്റ്നസ് ചെയ്യുന്നത് ഒരു സോട്ട് മാസ്റ്ററിൻ്റെ വർക്കാണ്. ഈ ഒരു പോയിന്റിൽ എനിക്കതിൻ്റെ ഒരു ഫ്ലോ പോലും അല്ല. അത് പിന്നെയാണ് അവനത് വ്യക്തമായി മനസ്സിലായത്. അതൊരു സോട്ട് ടെക്നിക്കായിരുന്നു, ലൂണാർ വെയിൻ. അത് നൂറ്റാണ്ടുകളായിട്ട് നഷ്ടപ്പെട്ടു പോയ ഒരു ടെക്നിക് കൂടിയാണ്. ആ ടെക്നിക് നമ്മുടെ ജിയോങ് പൂർത്തിയാക്കി. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇതുപോലത്തെ ഒരു ടെക്നിക് ഇങ്ങനെ റിക്കവർ ചെയ്യുമെന്ന്. ദ ഹെവൻലി ഈവൽ ആൻഡ് എറ്റേണൽ ഗ്ലോറി. ഇത് പറയാൻ തുടങ്ങിയപ്പോൾ പെട്ടെന്നാണ് കിങ് ഓഫ് ബ്രില്യൻസ് ഞെട്ടിയത്. നാശം, മറ്റാരും ഇത് കേൾക്കാൻ പാടില്ല, നിർത്ത് നിർത്ത്. ആ സമയത്ത് അവൻ ചിരിച്ചുകൊണ്ട് ആ സോഡ് താഴ്ത്തു വെച്ചു. എന്തേ, ഇത് മതിയോ? നാശം, ഞാനും ഒന്ന് സ്പേസ് ഔട്ട് ആയിപ്പോയി. പക്ഷേ അതിലും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ അത് ഇവന്റെ കയ്യിലിരിക്കുന്നതാണ്. ആ ഒരു സോട്ട് ടെക്നിക്ക് അത് ഇവനെ ഭീഷണിപ്പെടുത്തി മര്യാദക്കെല്ലാം പറയിപ്പിച്ചിട്ട് ഇവനെ കൊന്നു കളഞ്ഞാലോ? കിങ് ഓഫ് ബ്രില്യൻസ് എന്നിട്ട് അവനെ തലയാട്ടി കാണിക്കുകയും ചെയ്യും. നാശം, അപ്പൊ ശരിക്കും അവന് ഇവനെ വേണമെന്ന് തോന്നുന്നു. ഇതെന്തായാലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ട്. എന്നാൽ അവൻ ഈ ചെയ്തത് ആ ഒരു ലൂണാർ വെയിൻ സോട്ട് ടെക്നിക്ക് എന്ന് പറയുന്നത് അവന്റെ ലെവലുള്ള ഒരാൾക്ക് കോപ്പി ചെയ്യാൻ പറ്റുന്നതല്ല. അവന്റെ സ്ട്രേഞ്ച് ആയുള്ള ലെവൽ എന്ന് പറയുന്നത് മനസ്സിലാക്കാൻ പറ്റുന്നതിലും മുകളിലാണ്. സത്യം പറഞ്ഞാൽ ഇത് ശരിക്കും ഒരു പ്രശ്നം തന്നെയാണ്. ഇവനെനിക്ക് ഇപ്പോൾ തന്നെ ഇവിടെ വെച്ച് തന്നെ കൊല്ലണം. എന്നാൽ എനിക്ക് ആ സമയത്താണ് ജിയോങ് എൻ്റെ സോഡ് മുകളിലേക്ക് ഉയർത്തിയത്. എന്നിട്ട് ഒന്ന് ചിരിച്ചിട്ട് അവൻ്റെ കഴുത്ത് അവൻ അങ്ങോട്ട് അറുക്കാൻ തുടങ്ങി. പെട്ടെന്ന് അവൻ ഞെട്ടി. അടുത്ത സെക്കൻഡിൽ നിനക്കെന്താ വട്ടാണെന്ന് ചോദിച്ച് ആ സോഡ് അവൻ തട്ടിക്കളഞ്ഞു. ബാക്കിയുള്ള എല്ലാവരും അത് കണ്ട് ഞെട്ടി. നിങ്ങളുടെ എല്ലാവരുടെയും റിയാക്ഷൻ വെച്ചുകൊണ്ട് ഈ ഒരു സീക്രട്ടുള്ള ടെക്നിക് അത്രത്തോളം വാല്യുബിൾ ആയിരിക്കും. നാശം, അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇവൻ എൻ്റെ സ്വന്തം കഴുത്തറുത്ത് മാറ്റാൻ നോക്കിയത്. ഇവൻ ശരിക്കും ഇപ്പം എന്തായാലും ഇതിൻ്റെ വില എനിക്ക് മനസ്സിലായ സ്ഥിതിക്ക് ഞാനിനി അത്ര പെട്ടെന്ന് ഇത് നിങ്ങൾക്ക് പറഞ്ഞു തരത്തില്ല. അതുകൊണ്ട് നിങ്ങൾ ഒരു കാര്യം ചെയ്യണം, നിങ്ങൾ എന്നെയും ഇവിടുന്ന് കൊണ്ടുപോകണം. അത് കേട്ടപ്പോൾ അവരെല്ലാവരും, അതായത് മോക്സോഡ് മാനറും അവൻ്റെ മക്കളും ഗാഡ് ഗോച്ചാനും എല്ലാവരും ഞെട്ടിത്തെറിച്ചു പോയി. പെട്ടെന്നാണ് അവൻ ചിരിക്കാനായിട്ട് തുടങ്ങിയത്. അത് കൊള്ളാം. അപ്പോ നീ പറഞ്ഞു വരുന്നത് നീയായിട്ട് തന്നെ മര്യാദക്ക് ദ ഹെവൻ എർത്ത് അസോസിയേഷനിലേക്ക് വരുമെന്നാണോ? ഈ സമയം കൊണ്ടെന്തായാലും അവർക്ക് വ്യക്തമായി കാണും, അവർ ടോർച്ചർ ചെയ്താലും അവരെന്തൊക്കെ ചെയ്താലും അത്ര പെട്ടെന്ന് ഇതിൻ്റെ വായിൽ നിന്ന് അവർക്ക് കിട്ടത്തില്ലെന്ന്. അപ്പോൾ പിന്നെ ഇവർക്ക് എന്തായാലും എന്നെ കൊല്ലാൻ സാധിക്കത്തില്ല. അപ്പോൾ ഞാനിവരെ അങ്ങോട്ട് യൂസ് ചെയ്യാൻ പോകുകയാണ്. അതെ, ഞാൻ വരാൻ തയ്യാറാണ്. ഈ ഒരു ചാൻസ് ഉപയോഗിച്ചുകൊണ്ട് ഞാൻ മോക്സോട്ട് മാനറിൽ നിന്ന് പുറത്തു കിടക്കും. അങ്ങനെ പിന്നെ കാണിക്കുന്നത് അന്നേ ദിവസം രാത്രിയാണ്. ആ ഒരു ക്യാരേജ് ഒക്കെയാണ് കാണാൻ സാധിക്കുന്നത്. അവരാട്ടെ മുന്നിലേക്ക് നടക്കുകയാണ്. ആൻഡ് അങ്ങനെയാണ് നമ്മുടെ മോക് ജൂൺ വൂൺ ഹെവൻ എർത്ത് അസോസിയേഷന്റെ ഹോസ്റ്റേജായി മാറിയത്. പക്ഷേ പക്ഷേ ഞാൻ ഞാൻ എന്താണ് ഇവിടെ ചെയ്യുന്നത്? നമ്മൾ എന്തായാലും അരമണിക്കൂർ ബ്രേക്ക് എടുക്കാണ്ട് പോകുവാണ്. ഫ്രഷപ്പ് ആകേണ്ടവർക്ക് ഫ്രഷപ്പ് ആകാവുന്നതാണ്. യെസ് സാർ. ഈ സമയത്ത് അവരാട്ടെ അതിൻ്റെ അകത്ത് നിൽക്കുവാണ്. നാശം, എന്നെ എന്തിനാണ് അവരിവിടേക്ക് കൊണ്ടുവന്നത്? പിന്നെ കാണിക്കുന്നത് 4 മണിക്കൂർ മുമ്പുള്ള കാര്യമാണ്. നമ്മുടെ കിങ് ഓഫ് ബ്രില്യൻസ് മോക് ജുനുവിൻ്റെ ബോധം കെടുത്തി. എന്നിട്ട് അവരൊരു കാര്യം പറയുകയും ചെയ്തു, അതായത് അവരുടെ കടം നമ്മുടെ മോക്ക് മാനേഴ്സോട് തീർക്കണമെന്ന്. നിങ്ങളത് ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ മാനറിൻ്റെ ഡൗൺഫോൾ നിങ്ങൾക്ക് ഇന്ന് കാണേണ്ടി വരും. സത്യം പറഞ്ഞാൽ ഹെവൻ എർത്ത് അസോസിയേഷൻ്റെ കയ്യിൽ നിന്ന് ഒരു സ്ഥലം സ്റ്റീൽ ചെയ്തത് കൊണ്ട് തന്നെ അവർക്ക് അത്ര പെട്ടെന്ന് വിട്ടുകളയാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ട് 2 ഡിമാൻഡാണ് അദ്ദേഹം വെച്ചത്. അടുത്ത 10 വർഷത്തേക്ക് മോക്സോട്ട് മാനർ ഐസൊലേറ്റ് ചെയ്യണം. അതിലുപരി അവരുടെ ഒരു സക്സസറിനെ അദ്ദേഹം ഹോസ്റ്റേജ് ആയിട്ട് വെക്കുകയും ചെയ്തു. ഹെവൻ എർത്ത് അസോസിയേഷൻ പ്രകാരം അവരുടെ സക്സസർ എന്ന് പറയുന്നത് വൺ ഓഫ് ദി സ്ട്രോങ്ങസ്റ്റ് ആയുള്ള മെമ്പറാണ്. അത് മാത്രമല്ല സ്ട്രെങ്തിനാണ് അവർ ഏറ്റവും കൂടുതൽ വാല്യൂ ചെയ്യുന്നത്. ആൻഡ് ഈ കുടുംബത്തിലെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയുള്ള സിബ്ലിംഗ് എന്ന് പറയുന്നത് അത് ഞാനാണ്. അങ്ങനെയാണ് ഞാൻ. പക്ഷേ എങ്കിലും ഞാനിവിടെ എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അവർ നന്നായിട്ട് എന്നെ കെട്ടിവെച്ചിരിക്കുവാണ്. എൻ്റെ ക്യൂ എ ബ്ലോക്ക് ചെയ്തതിലേക്ക് എനിക്ക് ഇവിടുന്ന് ഒന്നും ചെയ്യാനും പറ്റത്തില്ല. പക്ഷേ ജോൺവുവിൻ്റെ ബോധം കെടുത്തിയ പോലെ അവരെൻ്റെ ബോധം കെടുത്തില്ല. എങ്കിലും ഒരു ഹോസ്റ്റേജ് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇന്ന് രാവിലെ എനിക്ക് മാനർ മാസ്റ്റർ ആകാൻ പറ്റുമെന്നുള്ള പോസിബിലിറ്റിയോടെ എഴുന്നേറ്റ് ഞാൻ ദേ ഇപ്പോൾ ഒരു ഹോസ്റ്റേജായി മാറിയിരിക്കുന്നു. ഇനി ഇനി എനിക്ക് എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? പെട്ടെന്ന് ഒരു സൗണ്ട് അവൻ കേട്ടു. അല്ല, ആരോ വരുന്നു, ആരെങ്കിലും. ഇനി ആരാണെന്ന് ചോദിച്ചപ്പോഴാണ് അവൻ്റെ വായിൽ നിന്നും കണ്ണിൽ നിന്നും പെട്ടെന്ന് അവനത് വലിച്ചൂരിയെടുത്തു. നമ്മുടെ ജിയോങ്. അല്ല, നീ എങ്ങനെയാണ്? ശബ്ദിക്കരുത്. അല്ല, നീ എങ്ങനെയാണ്? അതിന് എൻ്റെതായ വഴികളുണ്ട്. ഞാൻ നിന്നെ അഴിച്ചുവിടാം. പക്ഷേ നീ ഒരു കാര്യം എനിക്ക് വേണ്ടി ചെയ്യണം.
എന്ത് ആരാണ് 6 ഹെവൻസിലെയും 8 സ്റ്റാർസിലെയും ഫാൻറ്റം സോഡ്? അപ്പോൾ നീ പറഞ്ഞു വരുന്നത് ഫാൻറ്റം സോഡ് അവിടെ ഉണ്ടാകുമെന്നാണ്. അല്ല, അതൊരു റൂമറാണ്. പക്ഷേ വിശ്വസിക്കാൻ പറ്റുന്ന ക്രെഡിബിലിറ്റിയുള്ള ഒരു റൂമറാണ്. ഇത് കാര്യങ്ങൾ കുറച്ചുകൂടെ വിയർഡാക്കുവാണല്ലോ. ഇത്രയും സ്ഥലം ഉണ്ടായിട്ട് കൂടിയും അവൻ അവിടെ തന്നെ. മോർട്ടൽ, പുറത്തെ കാര്യം ഞാൻ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു. നിനക്കിനി അത് വാക്കെന്തായാലും വാക്ക് തന്നെയാണ്. ഞാൻ നിന്നെ അഴിച്ചുവിടാം. അല്ല, നീ എസ്കേപ്പ് ചെയ്യാണ്ട് പോകുവാണോ? നമ്മളിപ്പോൾ രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ അവർ ഉറപ്പായിട്ടും തിരിച്ച് മോക്ക് മാനിലേക്ക് ചെന്ന് അവരെല്ലാവരും തന്നെ. അതിന് എനിക്കെന്താണ്? എന്ത്? പെട്ടെന്ന് അവന്റെ പെട്ടിലേക്ക് അറ്റാക്ക് ചെയ്ത് അവന്റെ ബോധം കെടുത്തി. അല്ല മോർട്ടൽ, നീ അവിടെ എന്ത് ചെയ്യുവാണ്? ഞാനിതാ വരികയാണ്. ഞാനൊരു പാത്ത് ക്ലിയർ ചെയ്തിട്ടുണ്ട്. ആ ഒരു മന്ത്രവാദി എന്തായാലും ഇപ്പോ അടുത്തില്ല. ഇപ്പൊ രക്ഷപ്പെടാൻ പറ്റും. അങ്ങനെ അവൻ പതുക്കെ നിലത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് പെട്ടെന്ന് ഒരു എനർജി അവന്റെ ചുറ്റിനും അവൻ സെൻസ് ചെയ്യാൻ പറ്റിയത്. അല്ല, എന്ത് പറ്റി? അല്ല, അതെന്തുവായിരുന്നു? ഒന്നുമില്ല, നമുക്ക് പോകാം. നിന്റെ ക്യൂഐ അതിപ്പോ എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ലല്ലോ. കുഴപ്പമൊന്നുമില്ല, ഓക്കെയാണ്. എന്നിട്ട് അവൻ അങ്ങോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. അടുത്ത നിമിഷം നമ്മൾ കാണുന്നത് പാഞ്ഞ് എന്തൊരു സാധനം മുന്നിലേക്ക് പോകുന്നതാണ്. പിന്നെ കാണുന്നത് ആകാശത്ത് നിൽക്കുന്ന ജോങ്മാനാണ്. അവൻ നേരെ നിലത്തേക്ക് ആ ഒരു ഉൾക്കാട്ടിലേക്കാണ് ചാടി രക്ഷപ്പെട്ടത്. സേഫായിട്ട് തന്നെ അവൻ ലാൻഡ് ആയതിനു ശേഷം മുന്നിലേക്ക് ഓടാനായിട്ട് തുടങ്ങി. ഇത് ശരിക്കും വേഗതയേറിയതാണ്. ഞാൻ സാധാ ഓടുന്ന പോലെ തന്നെയല്ല. ഇപ്പം എൻ്റെ ബോഡിക്ക് വെയിറ്റും കുറവായതുപോലെയുണ്ട്. അതിലുപരി എനിക്ക് വേഗത ഓടാനും സാധിക്കുന്നുണ്ട്. ഇങ്ങനെയാണെങ്കിൽ എനിക്ക് പെട്ടെന്ന് ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റുമെന്ന് പറഞ്ഞ് അവൻ ഓടി രക്ഷപ്പെടുകയായിരുന്നു. കുറച്ചധികം ദൂരം അവൻ മുന്നിലേക്ക് നടന്നു. അവനൊരു മരം ശ്രദ്ധിക്കുകയും ചെയ്യും. അങ്ങനെ വീണ്ടും ഓടിയപ്പോൾ പെട്ടെന്ന് അവൻ ഞെട്ടിയത് കാര്യം വീണ്ടും അവനൊരു മരം ശ്രദ്ധിച്ചു. അടുത്ത സെക്കൻഡിൽ അവനവിടെ നിന്നു. അല്ല മോർട്ടൽ, എന്തു പറ്റി? നമ്മൾ വട്ടം കറങ്ങുകയാണ്. എന്ത്? ആ ഒരു മരം, അത് ഞാനിപ്പോൾ കാണുന്നത് 4ാമത്തെ തവണയാണ്. എനിക്കുറപ്പാണ് നമ്മൾ വട്ടം കറങ്ങുകയാണ്. അല്ല, നീ എന്താണ് പറയുന്നത്? ആ മന്ത്രവാദിയുടെ എന്തെങ്കിലും മന്ത്രത്തിന്റെ അകത്ത് നമ്മൾ വീണ് കാണുമെന്നാണോ? ചിലപ്പോ. നിനക്ക് തെറ്റിപ്പോയതാണ്. അതെങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എപ്പോഴും റിയലൈസ് ചെയ്തെന്നാം. ഇത് ഉറപ്പാണ്. എന്നിട്ട് അവൾ പറയും ചെയ്യും, ബാ, നീ നെർവസ് ആകുന്നതിന് മുമ്പ് നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടാം. ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യും. എൻ്റെ കാലിൻ്റെ ആംഗിൾ പോയെന്നാണ് തോന്നുന്നത്. നാശം, എൻ്റെ ക്യൂയെ കൊണ്ട് ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. നീ ശരിക്കും ഒരു വിഡ്ഢിയാണല്ലേ. ഇതാ, ഞാൻ നിന്നെ ഫിക്സ് ചെയ്യാന്നും പറഞ്ഞ്. എങ്കിൽ താങ്ക്സ്. അവൾ അവൻ്റെ കാലിൽ തുടർന്നെടുത്ത് അവളുടെ കൈയായിട്ട് അവൻ്റെ ശരീരത്തിലേക്ക് കടന്ന് കയറി. ബ്ലൂ സ്പിരിറ്റ് പെട്ടെന്ന് അവളുടെ കഴുത്തിലേക്ക് അവൻ കുത്തിപ്പിടിച്ചു. നീ ശരിക്കും ആരാണ്? മോർട്ടൽ, നീ എന്താണ് ചെയ്യുന്നത്? എന്നെ വെറുതെ വിടൂ, എന്നെ വെറുതെ വിടൂ. നീ ശരിക്കും ബ്ലൂ സ്പിരിറ്റ് ആണെങ്കിൽ ഓൾറെഡി ഇപ്പോൾ ബ്രേക്ക് ഫ്രീ ചെയ്തേന്നാം. നീ കോപ്പി ചെയ്യാൻ സെലക്ട് ചെയ്ത ആ ഒരു ഒപ്പോണന്റ് അത് ശരിക്കും തെറ്റിപ്പോയി. പെട്ടെന്നായിരുന്നു അവളുടെ മുഖം വിണ്ട് കീറാനായിട്ട് തുടങ്ങിയത്. നീ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ഇത് ചെയ്യേണ്ടതായിരുന്നു. പിന്നെ കാണുന്ന ചെറിയൊരു വുഡൻ ഡോളാണ്. അതിൻ്റെ മേത് ആ ഒരു ടെയിൽസ്മാനും ഉണ്ടായിരുന്നു. അടുത്ത സെക്കൻഡിൽ അവൻ കൈകോപ്പിയിട്ട് ആ ഒരു മന്ത്രം ജപിക്കാനായിട്ട് തുടങ്ങി. അതിനുശേഷം അത് നിരത്തി വീഴുകയും അവൻ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് തന്നെ ആ ഒരു മന്ത്രം പൂർത്തിയാക്കാനുള്ള വഴികൾ ആലോചിച്ചു. എന്നിട്ട് അത് ജപിച്ച് തീർന്നപ്പോഴാണ് പെട്ടെന്ന് അത് ബ്രേക്ക് ആകട്ടെ തുടങ്ങിയത്. റിയാലിറ്റി തന്നെ ലിറ്ററലി ബ്രേക്ക് ആകുന്നത് പോലെ. ദ വില്ലോ സ്പിരിറ്റ് ട്രെയിനിങ് ടെക്നിക് അതൊരു ഹൈ ലെവലുള്ള ടെക്നിക്കാണ്. ഒപ്പോണന്റെ മനസ്സിലേക്ക് അവരേറ്റവും വിശ്വസിക്കുന്ന ഒരു രൂപമായി ആ ഒരു ടൂൾ ചേഞ്ച് ആകും. പക്ഷേ അവൻ നിമിഷങ്ങൾ കൊണ്ട് തന്നെ അത് വ്യക്തമാക്കി. നീ എൻ്റെ ശിഷ്യനായി മാറണം. ആൻഡ് അതും പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നത്. നമ്മുടെ നാനോ മെഷീൻ്റെ അകത്തുള്ള ഇയോൺ ചിയോനക്കടും ബ്രൂട്ടലും ക്രൂലുമാണ് നമ്മുടെ ചിയോൺ എന്ന് പലതവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അടുത്ത എപ്പിസോഡിന്റെ ക്ലൈമാക്സിൽ വ്യക്തമായി തന്നെ മനസ്സിലാകാനായിട്ട് പോകുവാണ്. സോ നാളത്തെ എപ്പിസോഡ് മിസ്സാക്കിയേ ചെയ്യില്ലേ. അതിനു മുമ്പ് നമ്മുടെ പേജ് നിങ്ങൾ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്ന് എന്തായാലും ഉറപ്പുവരുത്തിയേക്ക്.